എടവനക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് ക്ലാസിന്റെയും ബാങ്കിംഗ് നൂതന ഇടപാട് സംവിധാനങ്ങളുടെയും ഉദ്ഘാടനം വൈപ്പിൻ MLA ടോണി ചമ്മണി നിർവഹിച്ചു. This news brought to you by Kalpaga Weddings, North Parvur. കരിയർ ഗൈഡൻസ് ക്ലാസും ബാങ്കിംഗ് നൂതന സാങ്കേതിക വിദ്യ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. സഹകാരികളുടെ മക്കൾക്കും രക്ഷിതാക്കൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ വ്യക്തമായ ദിശാബോധം നൽകുന്നതിനായി എടവനക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ബാങ്കിന്റെ നൂതന ബാങ്കിംഗ് ഇടപാട് സംവിധാനങ്ങളുടെയും ഉദ്ഘാടനം നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം വൈപ്പിൻ MLA ടോണി ചമ്മണി നിർവഹിച്ചു. ബാങ്കിംഗ് മേഖല ഏറെ വർഷങ്ങളായി കടുത്ത മത്സരം നേടി ന്യൂ ജനറേഷൻ ബാങ്കുകൾ തുടങ്ങി വെച്ച ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള സേവനങ്ങൾ പബ്ലിക് സെക്ടർ ബാങ്കുകളോടുകൂടി ഇന്ന് ഏറ്റവും അത്യാധുനികമായ സാങ്കേതിക വിദ്യ ഉപഭോക്താക്കൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ സഹകരണ ബാങ്കുകൾക്ക് മാറിക്കാൻ സാധിക്കില്ല. ഇവിടെ ബാങ്ക് കാണുമ്പോൾ മൊബൈൽ ബാങ്കിങ്ങിന് സാധ്യതയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങും കൂടി ഏറ്റവും ക്ലേശരഹിതമായി ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ സേവനം ലഭ്യമാക്കുക എന്നതാണ് എടവനക്കാട് സഹകരണ ബാങ്ക് ഉദ്ദേശിക്കുന്നത്. ആ സംരംഭത്തിന് ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. ബാങ്ക് പ്രസിഡന്റ് TA ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ രണ്ടാമത്തെ ഒരു അപേക്ഷ ഞാൻ സൂചിപ്പിച്ചു. അത് തന്നെയല്ല, എനിക്ക് വേറൊരു പോസ്റ്റ് ടു പോസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ സംവിധാനം, അത് നമ്മുടെ ഗൾഫിൽ നിന്നൊക്കെ നമുക്ക് പൈസ അയക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് അയച്ചതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇല്ല എങ്കിൽ നമ്മളുടെ ബാങ്കിൻ്റെ ഒരു അക്കൗണ്ടിലൊക്കെ അയക്കണം. ഇനി അതൊക്കെ മാറ്റിയിട്ട് നേരിട്ട് ഇപ്പോൾ ജോസഫിൻ്റെ അനിയൻ്റെ ഒരു ഇതിലേക്ക് അയക്കണം, നേരിട്ട് നമ്മുടെ സർവീസ് ബാങ്കിലേക്ക് അയക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും കൂടി കഴിഞ്ഞാൽ ഏകദേശം പൈസ ഈസിയായിട്ട് ബാങ്കിൽ തിരിച്ചറിവ് വരാനുള്ളതാണ്. കാര്യങ്ങളൊക്കെ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. ഇനി എടുക്കുന്ന വായ്പകൾ സഹകാരികൾ കൊണ്ടൊന്ന് മനസ്സ് വെച്ചാൽ, ഇപ്പോൾ എന്നോട് സ്ത്രീ ചോദിച്ചിരുന്ന പറഞ്ഞു, ഞങ്ങൾക്ക് ഡിവിഡൻഡ് ഇല്ലേ റിസൾട്ട് ചോദിക്കരുത്, അവിടെ വലിയ ബുദ്ധിമുട്ട്. ആ ഡിവിഡൻഡ് ഒക്കെ കൊടുത്തിട്ട് ഈ ഭരണസമിതി തിരിയും. പ്രമുഖ അധ്യാപിക സൈറ ബാനു ടീച്ചർ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ, തൊഴിൽ മേഖലകൾ, പഠന ദിശകൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ മാർഗനിർദ്ദേശം നൽകി. സമ്മേളനത്തിൽ ഭരണസമിതി അംഗങ്ങളായ സജീവൻ TP, KJ ആൽബി, ദാസ് കോമത്ത്, ഷിജോയ് സേവ്യർ, കുമാരി PJ അന്നം, MA കലേശൻ, ബാങ്ക് സെക്രട്ടറി ബിനു കാവുങ്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ബാങ്കിന്റെ അതിനൂതന ബാങ്കിംഗ് സേവനങ്ങളായ ഈസി കളക്ട്, ഹോസ്റ്റ് ടു ഹോസ്റ്റ് സംവിധാനങ്ങളും അവതരിപ്പിച്ചു. ഈസി കളക്ട് സംവിധാനങ്ങളിലൂടെ വായ്പക്കാരന്റെ സമീപത്തെത്തുന്ന ബാങ്ക് കളക്ഷൻ ഏജന്റ് തുക കൈപ്പറ്റുന്ന നിമിഷം തന്നെ മൊബൈൽ ആപ്ലിക്കേഷനിൽ എൻട്രി ചെയ്യപ്പെടുകയും തത്സമയം വായ്പ അക്കൗണ്ടിൽ വരവ് രേഖപ്പെടുത്തുകയും റെസിപ്റ്റിന്റെ സന്ദേശം വായ്പക്കാരന്റെ മൊബൈലിലേക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ കൂടുതൽ സുതാര്യവും വിശ്വസനീയവുമായ രീതിയിൽ വായ്പാ തിരിച്ചടവ് എളുപ്പമാക്കാൻ കഴിയുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. കൂടാതെ QR കോഡ് സംവിധാനത്തിലൂടെ നിക്ഷേപവും വായ്പാ തിരിച്ചടവും സ്വീകരിക്കുന്ന സംവിധാനവും ബാങ്ക് നടപ്പിലാക്കിയിട്ടുണ്ട്. നിക്ഷേപമോ വായ്പാ തുകയോ നേരിട്ട് വ്യക്തിഗത അക്കൗണ്ടിലേക്ക് വരവ് വയ്ക്കുന്ന ഹോസ്റ്റ് ടു ഹോസ്റ്റ് സംവിധാനം ബാങ്കിംഗ് ഇടപാടുകൾ കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായും കാര്യക്ഷമമായും നടത്താൻ സഹായകരമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത എടവനക്കാട്.